ഉള്ളാർത്തങ്ങൾ ഉപ്പാപ്പ ആ ധൈര്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ പട്ടാളപ്പള്ളി പോയി. പട്ടാളപ്പള്ളി എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടെ പ്രശസ്തമായ പള്ളിയാ. പട്ടാളത്തെ ഉപ്പാപ്പ എന്ന് പറഞ്ഞാൽ വലിയ മൂപ്പറുടെ പേരിലുണ്ടാക്കിയ പള്ളിയാ. ഇന്ന് വഹാബിയുടെ കയ്യിലാ മൊയ്തീൻ പള്ളി. ഏതാ മൊയ്തീൻ? ഞങ്ങൾ ഇന്നലെ ഇന്ദുവൊക്കെ രാവിലെ സലാം പറഞ്ഞു പോന്ന മഹാരാജ ഗൗസുൽ ആദം അഷ്ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിന്റെ പേരിലുണ്ടാക്കിയ പള്ളി സുന്നിയുടെ പള്ളിയാണല്ലോ നാരകയിലുള്ളത്. കോഴിക്കോട് ടൗണിൽ തന്നെ 12ഓളം പള്ളികൾ വഹാബിയുടെ കയ്യിലെത്തി. ഇന്നും അവരുടെ കയ്യിലാണ്. ഈ ഒരു അവസ്ഥ സുന്നിക്കുണ്ടാവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ധീരനായ ഉള്ളാൾത്തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് വേണ്ടതങ്ങ് ചെയ്തത്. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. ചന്ദ്രഗിരിപ്പുഴയുടെ കളകളാരവം കേട്ടുവരുന്ന ഒരു സാരിയയും ഒരു മർക്കസും മാത്രമുണ്ടായിരുന്ന നമുക്ക് ഈ കിട്ടിയത് മുഴുവൻ 89-ന് ശേഷം. അല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും തർക്കമുണ്ടോ? മായതിന് എന്താ വന്നത്? 89-ന് ശേഷമല്ലേ? പേരോടിന്റെ സ്ഥാപനം എന്നാ വന്നത്? കൂറ്റമ്പാറയുടെ സ്ഥാപനം എന്നാ വന്നത്? ഖാദിസിയ എന്നാ വന്നത്? ദാറുൽ ഫതഹ് എന്നാ വന്നത്? പറ. 89-ന്റെ മുമ്പ് 2 സ്ഥാപനം മാത്രം. ഇന്ന് അഭിമാനിക്കാൻ ഇവിടെ നിന്ന് കോളർ പിടിക്കുമല്ലോ. ഇത് മാത്രമല്ല, ഇതിന്റെ പുറകെ വേറെ ഉള്ളത് ഞാൻ എണ്ണിയാൽ ഒരുപാട് ഇരിക്കണ്ടാറുണ്ട്. അള്ളാഹുവെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ആ കല്ലേറ് കൊണ്ടപ്പോ ഞങ്ങൾക്കും ചെറിയ ഒരു അംശം ഈ സ്ഥാപനങ്ങളിൽ നീ മക്കള് വലിമന്നാനന ഞങ്ങൾക്ക് ഇവിടെ കുത്തിയിരിക്കാൻ ഈ അവസരം ഉണ്ടാക്കി തന്ന സഹായികളെ നീ സഹായിക്കണമെന്ന് പറയുമ്പോൾ അതിൽ ഞങ്ങളും എന്തായിട്ടുണ്ട്. എനിക്കൊരു അരിസ്ട്രോക്രാറ്റ് പെട്ടിയുണ്ട് വീട്ടിൽ, വന്നാൽ കാണിച്ചു തരാം. ടിക്കറ്റ് എടുക്കുന്നവർക്കേ കാണിക്കുള്ളൂ. അരിസ്ട്രോക്രാറ്റിന്റെ പെട്ടി കണ്ടിട്ടുണ്ടോ? ഇപ്പൊ കമ്പനി ഉണ്ടോ? സൂര്യ ഉണ്ടോ? അരിസ്ട്രോക്രാറ്റ് സൂട്ട് കേസ് ഇല്ല, നല്ല സ്ട്രോങ് പെട്ടിയാ. കല്ലേറ് കുറെ കൊണ്ട പെട്ടിയാ. ഇങ്ങോട്ട് വരുമ്പോ ഇത് നേരെ എടുത്ത് ഇങ്ങനെ പിടിക്കും, അതുമേ പിടിച്ചോളൂ. ഇന്നിപ്പോ ഞാൻ സുന്നിയാണെന്ന് പറയണമെങ്കിൽ ഞാൻ എഴുതി കൊടുക്കണം. നമ്മുടെ അവസ്ഥയുള്ളത് ഇരിക്കട്ടെ, ഞാൻ ആ ഭാഗം പറയാൻ പോവല്ല. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ആ മഹാരാജ ഉള്ളാട്ടങ്ങൾ ഉപ്പാപ്പ ചെയ്ത സേവനത്തിന്റെ അനുഭോക്താക്കളാണ് നമ്മൾ. നിങ്ങൾ ചെയ്യുന്ന ഓരോന്നിന്റെയും ചെറിയൊരംശം ആ ഖബറിലേക്ക് നിരന്തരം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ജീവിതം. അടിവരയിട്ടോ, അതിനാണ് ജീവിതം, അതാണ് ജീവിതം, അതിനാണ് ജീവിതം. നമുക്ക് എന്ത് നേടാൻ കഴിഞ്ഞു? നമ്മൾ ആഖിറത്തിലേക്ക് എന്തുണ്ടാക്കി? സ്വന്തം ശരീരത്തിൽ ഓരോരുത്തരും ചിന്തിക്കാൻ. എന്റെ പെങ്ങന്മാര് സഹിതം, ഉമ്മമാര് സഹിതം എന്തുണ്ടാക്കി? മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറ, ഇമാം ഷാഫിഈ എവിടെ ഖബറുള്ളത്? വേം പറ. ഇറാഖില ഇമാം ഷാഫിയുടെ ഖബർ, മിസ്റിലാണ് ഖബർ കിടക്കുന്നത്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ഉമ്മമാര് കേട്ടോ, ഈ സ്ഥാപനത്തിന് എന്തെങ്കിലുമൊക്കെ 4 കാശ് വരൊക്കെ ചോദിക്കുമ്പോ പുറംതിരിഞ്ഞ് നിൽക്കണ്ട. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ഇൽമു പഠിക്കാനായിട്ട് കിതാബ് ഓതി കൊടുക്കാനൊന്നും പൈസ ഇല്ല. ചരിത്രാണ്. ആ ഉമ്മ വഴിനീളം നടന്നു, എവിടെയെങ്കിലുമൊക്കെ ഒഴിവാക്കിയ എല്ലുകളൊക്കെ പെറുക്കിയെടുത്തു. പിന്നെ എല്ലുകള്, തോലുകള്, അതേപോലത്തെ സാധനങ്ങളൊക്കെ പെറുക്കി ആർക്ക് കൊടുത്തു? ഷാഫി ഇമാമിന് കൊടുത്തു. അവസാനം താമസിക്കാൻ വീട്ടിൽ സ്ഥലമില്ല, താമസിക്കാൻ പുറത്തു പോയി താമസിച്ചു. മകന്റെ വിദ്യാഭ്യാസത്തിന് അവസരം ഉണ്ടാക്കി കൊടുത്ത ഉമ്മമാർ. ഇതുമായി സംഘടിക്കുന്ന എല്ലാ ഉമ്മമാർക്കും അല്ലാഹു ഖൈറു നൽകട്ടെ. രണ്ടാമതും മകനെ പഠിപ്പിക്കാൻ ചെന്നപ്പോ മാസ ഉസ്താദിന് കാശ് വേണം. മൂപ്പർക്കും ജീവിക്കണമല്ലോ, കാശ് കൊടുക്കാനില്ല. ഉടനെ ഉമ്മ ഒരുത്തി പറഞ്ഞു, എനിക്ക് എന്റെ മകനെ പഠിപ്പിക്കാൻ കായില്ല. അതുകൊണ്ട് ഉസ്താദെ, നിങ്ങൾ ഈ പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് ഇവിടെ നിന്ന് പോകുമ്പോ നിങ്ങളുടെ ക്ലാസ് മുറി വിടക്കാവൂലേ? എന്റെ മകൻ അത് ശുദ്ധിയാക്കി തരും. എന്റെ മകൻ, ഏതു മകൻ? ഇമാമുന ശുദ്ധിയാക്കി തരും. അത് കൂലിയായി സ്വീകരിച്ച് എന്റെ മകനെ പഠിപ്പിക്കോ? അമ്മമാരെ, നിങ്ങൾക്ക് ആ താല്പര്യം ഉണ്ടോ? ഉണ്ടാവണം.